എന്നിട്ട് ചോദ്യം കഴിഞ്ഞോടാം. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരു. അമൃതാത്മാക്കൾ, നമ്മള് മനസ്സ്, സമൂഹം, ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണ ക്യാമ്പിൽ സംസാരിക്കുന്നത്. മനസ്സ് എന്താണ്, സമൂഹം എന്താണ് എന്നൊക്കെ ആദ്യം അറിയാം. മനുഷ്യന്റെ വൈയക്തികവും കൗടുംബികവും സാമൂഹികവുമായ തലങ്ങൾ കാലം കൊണ്ട്, ദേശം കൊണ്ട് ഒക്കെ മാറിമറിയുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയം സംഘാടകർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാനവബന്ധങ്ങളെല്ലാം ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അധ്വാനിയാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ഇന്നെത്തിച്ചേർന്നിരിക്കുന്നത്. കാലത്തെ നോക്കിയാൽ മുമ്പേത് കാലത്തെക്കാളും വിദ്യാഭ്യാസം ഭൗതികമായും ആധ്യാത്മികമായും കൂടുതലുള്ളൊരു കാലമാണ്, കുറഞ്ഞ കാലമല്ല. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു മാനവനെ എത്തിച്ചേരാവുന്നതിന്റെ ഏറ്റവും ഉയർച്ചയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് വിവര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാൾ ശക്തമായി ഗുരുവിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രത്യേകതരം ക്ലാസ് റൂമുകൾ, അറിവ് എവിടെ നിന്ന്, വിരൽത്തുമ്പിൽ അറിവ് കിട്ടുന്ന കാലം. ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് അറിയണമോ അത് നിങ്ങളുടെ മുമ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു കാലം.
ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ അറിവും അയത്നലളിതമായി എത്താവുന്ന കാലം. ഒരു രൂപ കണി കാണുന്നതിന് ദാഹിച്ചിരുന്ന 50-60 വർഷം മുമ്പുള്ള മനുഷ്യന്റെ മുമ്പിൽ എന്തും ധനമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം. ഭൗതിക ദാരിദ്ര്യം കെട്ടുകഥയായി മാറുന്ന ഒരു കാലം. എന്തെടുത്താലും ധനം. അതിന്റെ കണക്കുകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിധമാണ്. മതങ്ങൾ അവയുടെ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച് അത് തന്നെ തൊഴിലാക്കി ഇറങ്ങുന്ന ഒരു കാലം. ഇത്രയധികം മതപഠനങ്ങൾ, ഇതിഹാസ പഠനങ്ങൾ, ഇത്രയധികം ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും എടുത്താൽ ഓരോരുത്തരും ഒന്നിലധികം അനുഷ്ഠാന വിധികളുടെ ശക്തമായ രംഗത്ത് നിലകൊള്ളുകയാണ്. ആ ആളുടെ ഉപദേശം, ഈ ആളുടെ ഉപദേശം, ഇതൊക്കെ അനുസരിച്ച് അനുഷ്ഠാനങ്ങൾ. ഇവയുടെ എല്ലാം നടുക്ക് ശാരീരികവും മാനസികവുമായ ആധിവ്യാധികൾ ബാധിച്ച് വിഷമവും. പരസ്പര ബന്ധങ്ങളുടെ ശൈഥില്യം, നന്നായി പരിചയപ്പെടുന്നതുവരെ പുലർത്തിപ്പോരുന്ന അറിയാതിരിക്കുമ്പോഴുള്ള എല്ലാ മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് ബന്ധങ്ങളെ ആകെ ശിഥിലമാക്കാൻ ബന്ധപ്പെടുന്ന ഒരു ലോകം. ഇതിന്റെ നടുക്ക് മനസ്സിനെയും സമൂഹത്തെയും കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്റെ ആമുഖം ശരിയല്ലെങ്കിൽ പറയണം. അതിനെ ബേസ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോവുക. നിങ്ങളിരിക്കുന്ന ഓരോരുത്തരുടെയും പിതാവിനേക്കാൾ, പിതാമഹനേക്കാൾ അനുഷ്ഠാനങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരാളുടെയും പിതാമഹന്റെയോ പിതാവിന്റെയോ ശാന്തി നിങ്ങൾക്കില്ല. നിങ്ങളുടെ പിതാമഹനും പിതാവും സമ്പാദിച്ചിട്ടുള്ളതിനേക്കാൾ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ജിജ്ഞാസയും ചിന്തയുമാണ് ഈ വിഷയം എടുക്കുവാൻ സംഘാടകർ തീരുമാനിച്ചപ്പോൾ അത് ശരിവെക്കുവാൻ ഇടയാക്കിയത്. വിഷയത്തിന്റെ ദിശ നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടുത്തി തന്നിട്ട് വേണം വിഷയത്തിലൂടെ പോകാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും അതിനോട് നീതി പുലർത്തുന്നതായിരിക്കുള്ളൂ ഒരു ക്യാമ്പിൽ. അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ വേറെ വിഷയങ്ങളിലേക്കെല്ലാം ഇതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇടയുണ്ടായേക്കും. ആ ഏകാഗ്രത നിങ്ങൾക്ക് പൂർണ്ണമായി നിലനിൽക്കട്ടെ എന്നോർത്താണ് വിഷയത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പറഞ്ഞിടത്തോളം മുഖവുരയിലെ കാര്യങ്ങൾ
നിങ്ങൾക്ക് പൊതുവെ ശരിവെക്കാൻ കഴിയുന്നതാണോ, അതല്ല വിയോജനക്കുറിപ്പുകളുണ്ടോ? എല്ലാവർക്കും വിയോജനക്കുറിപ്പുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അത് തീർത്തിട്ടാവാം മുന്നോട്ട് പോകുന്നത്. ഇതില് കുറ്റം എളുപ്പത്തിൽ പറയുന്നത് ആ ദിശയിലല്ല നമ്മൾ പോകുന്നതെന്ന് ഒന്നുകൂടെ കാണിക്കാനാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ അഭിനിവേശം, പാശ്ചാത്യ അനുകരണം, ഇങ്ങനെയൊക്കെയാണ്. ശരിയാണ്. അതിനോട് അല്പവും യോജിക്കാതെയാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുക. ബ്രിട്ടീഷുകാരുടെ കാലത്തോടെയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ സമ്പ്രദായത്തിൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ രംഗത്ത് വന്നത്. അവിടെ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചതിൽ ഇവിടുത്തെ മതങ്ങളെല്ലാം പെടും. ഔപചാരിക വിദ്യാഭ്യാസത്തെയാണ് സമൂഹം അംഗീകരിക്കുന്നത്. അപൂർവം തലങ്ങളിൽ വ്യക്തി അതിൻ്റെ ഏകാന്തതകളിൽ മതവിദ്യാഭ്യാസത്തെയും മതാനുഷ്ഠാനത്തെയും രഹസ്യമായി അംഗീകരിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ സമൂഹം അംഗീകരിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തെ തന്നെയാണ്. ഔപചാരിക വിദ്യാഭ്യാസം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് മതങ്ങളാണ്. പൊതുവായി ഗവൺമെന്റിന് അതിനെ നോക്കിക്കാണുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അത്യുന്നതങ്ങളിൽ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയെ എല്ലാം നിയന്ത്രിക്കുന്നത് മാനേജ്മെന്റുകൾ തന്നെയാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ രംഗവേദികളിൽ നിന്നാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇതര മതങ്ങളും, ഇത് മൂന്നുമാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ പ്രബല മതങ്ങൾ. റൈറ്റ്? ബുദ്ധമതവും സിഖ് മതവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കുറഞ്ഞപക്ഷം കേരളം ചിന്തിച്ചാലെങ്കിലും ഈ മൂന്ന് മതങ്ങളാണ് പ്രബലമായി നിൽക്കുന്നത്. ഇവരുടെ എല്ലാം വിദ്യാർത്ഥികൾ അവിടുന്നാണ് പഠിച്ചത്. ഒരേ ക്ലാസ് മുറിയിൽ ഒന്നിച്ചിരുന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പഠിച്ചിട്ട് ഹിന്ദുവിന്റെ സമൂഹത്തിൽ ബന്ധങ്ങൾ താറുമാറാവുകയും ക്രിസ്ത്യൻ ഇസ്ലാമിക ജീവിതത്തിൽ ബന്ധങ്ങൾ താറുമാറാകാതിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഔപചാരിക വിദ്യാഭ്യാസത്തോടും പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും പാശ്ചാത്യ അനുകരണത്തോടും ചേർത്ത് വ്യാഖ്യാനിക്കുവാൻ കഴിയുക? ചോദ്യം സാധുവല്ലെങ്കിൽ പറയണം. നിങ്ങൾ അധ്യാപകർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, മാനേജ്മെന്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യവസായികൾ,
രാഷ്ട്രീയക്കാർ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതാത് മേഖലകളിലെല്ലാം നിങ്ങൾക്ക് എൻ്റെ വാക്കുകളെ കൂട്ടിക്കൊണ്ടുപോകാം. ക്രിസ്തുമതത്തിലും ഹിന്ദുമതത്തിലും ഇസ്ലാം മതത്തിലും പെട്ടവർ ക്ലാസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തെയും പാശ്ചാത്യ അനുകരണത്തെയും പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തെയും പാശ്ചാത്യന്റെ വികലങ്ങളായ കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി അവയാണ് നിങ്ങളുടെ സ്വത്വത്തെ നിരാകരിച്ചുകൊണ്ട് വളരുന്നത് എന്ന് ഒരു സാങ്കല്പികമായ എതിർപ്പിൽ മുന്നേറുമ്പോൾ ഒരേ ക്ലാസ് റൂമിൽ ബേസൽ മിഷന്റെയോ CMI സഭയുടെയോ ചിന്മയ മിഷന്റെയോ രാമകൃഷ്ണ മിഷന്റെയോ അമൃതാനന്ദമയി മിഷന്റെയോ ശ്രീ രവിശങ്കറിന്റെ പ്രസ്ഥാനത്തിന്റെയോ ഇസ്ലാമിക സംഘടനകളുടെയോ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസം നിർദ്ദേശിച്ചിട്ടുള്ള പൊതു സിലബസിൽ ഒന്നിച്ചിരുന്ന് ഈ സമൂഹത്തിലെ അധ്യാപകർ തന്നെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ പഠനവും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അതിലൊരു വിഭാഗം മാതാവിനോടും പിതാവിനോടും സഹോദരങ്ങളോടും സ്വസമുദായത്തോടുമുള്ള ബന്ധങ്ങളെ ഈടുവയ്പ്പുകളോടുകൂടി സൂക്ഷിക്കുകയും തങ്ങൾ പഠിച്ച വിദ്യയും തങ്ങളുടെ ജോലിയും തങ്ങളുടെ വരുമാനവുമെല്ലാം ആ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ പാകമായി ഒത്തുനിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം തിരിച്ചു ചിന്തിക്കുകയും തിരിച്ച് സ്വതന്ത്രമാവുകയും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നുവെങ്കിൽ പഠിച്ച വിദ്യ കൊണ്ടാണെന്നും പാശ്ചാത്യഭ്രമം കൊണ്ടാണെന്നും നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എങ്ങനെയാണ് അത് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുക? രാവിലെ നമ്മൾ തുടങ്ങുന്നത് വളരെ അപകടം പിടിച്ചൊരു ചോദ്യവുമായ നിങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യാവസായിക, സമുദായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതുമായി എങ്ങനെ യോജിച്ചു പോകാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് സ്വീകരിക്കാം എന്ന കാര്യം എനിക്ക് വളരെ സംശയമുണ്ടെങ്കിലും എൻ്റെ ചോദ്യം അപ്രസക്തമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസക്തമാണെന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങളുമായി ചേർന്നു പോകേണ്ടതുകൊണ്ട് അപ്രസക്തമല്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. Am I right? സമീപകാല സനാതനധർമ്മികൾ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ഭൗതികതയിൽ സംഘടിച്ചു എന്നുള്ളതാകുമോ ഇതിന്റെ ഒരു കാരണം? മനസ്സിനെയും മനസ്സിന്റെ വിഭൂതിയെയും കണക്കിലെടുക്കാതെ താത്വികങ്ങളായ ഗ്രന്ഥങ്ങളുടെ ലിംഗങ്ങൾ, ഭാഷ, അതിനെയാണ് ഞാൻ അവിടെ ലിംഗം എന്നുദ്ദേശിച്ചത്, ലിംഗ്വിസ്റ്റിക്സ്, കപോല കൽപ്പിതമായി അവതരിപ്പിച്ചു എന്നുള്ളതായിരിക്കുമോ ഇതിന്റെ മറ്റൊരു കാരണം? മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ആദ്യത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, രണ്ടാമത്തത് നിങ്ങൾക്ക് അത്ര മനസ്സിലായി കാണുമോ എന്ന് സംശയം. രണ്ടാമത്തത് മനസ്സിലായെങ്കിൽ ഉദാഹരണത്തിന് മനക്കമുണ്ടാകും.
ഭാരതീയ ദർശനങ്ങൾ, ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങൾ, അതിലെ ചിന്തകൾ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ കവിയറ്റ പ്രാർത്ഥികളായി തീർന്ന ആധുനികരിൽ പലരും അതിന്റെ മൗലിക ലിംഗങ്ങളെ മാറ്റിമറിച്ച് സ്വകപോലകൽപ്പിതങ്ങളായ സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ചു എന്നതായിരിക്കുമോ ഒരു കാരണം? രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ ഇന്ന് പഠിക്കുന്ന കാലമാണ്. ഭഗവത്ഗീത ഇന്ന് ആഗോള വ്യാപകമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ലിംഗങ്ങൾ നിങ്ങളുടെ അന്ധക്കരണത്തിൽ കടന്നുകൂടുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സ് ഇത് നിന്റെ ബന്ധുവാണ്, ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ്, ഇത് നിന്റെ ശത്രുവാണ്, ഇവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ് എന്നൊരു ബോധം ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന നിലയിൽ നിങ്ങളുടെ തലച്ചോറിൽ പഠനങ്ങൾ കേട്ടിരിക്കുന്നു. നിരന്തരമായ ശ്രവണവും നിരന്തരമായ കേൾവിയും നിരന്തരമായ ചർച്ചയും നിരന്തരമായ പഠനവും കൊണ്ട് ഇന്ത്യൻ യുവത്വത്തെ ഇത് നിന്റെ ബന്ധുവാണ്, ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ്, ഇത് നിന്റെ ശത്രുവാണ്, ഇവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്. എന്നൊരാശയം കടന്നുകൂടുന്നു. ഇത് തുടരാൻ അല്പം വൈഷമ്യമുണ്ട് നിങ്ങളുടെ നിശബ്ദത. എൻ്റെ ചോദ്യം നിങ്ങളുടെ മനസ്സിനെ, അതുകൊണ്ടാണ് ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ശബ്ദം ഉപയോഗിച്ചത്, മനസ്സ് എന്ന പദം ഉപയോഗിക്കാതെ. നിങ്ങളുടെ നെർവുകളിൽ ഒരു ബാധിതാനുവൃത്തിയായി ഈ സന്ദേശം കയറിക്കൂടിയത് കൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ഏതിലും ധർമാധർമ്മങ്ങൾ നോക്കാതെ ബന്ധത്തെ എതിർക്കുന്നത്? ഭർത്താവാണിയാൽ ഇയാളുടെ എല്ലാ വാക്കുകളും എതിർക്കപ്പെടേണ്ടതാണ്, കാരണം അയാൾ ബന്ധുവാണ്. ഇത് ഭാര്യയാണ്, അവളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിപ്രായങ്ങളും നിരാകരിക്കപ്പെടേണ്ടതാണ്, അവൾ ബന്ധുവാണ്. ഇതെൻ്റെ അച്ഛനും അമ്മയുമാണ്, ഞാൻ ആദ്യം മുതൽ ഏറ്റുമുട്ടേണ്ടതും എതിർക്കേണ്ടതും നിഷേധിക്കേണ്ടതും അച്ഛനമ്മമാരുടെ വാക്കുകളെ തന്നെയാണ്. അവർ ബന്ധുക്കളാണ്. അതാണ് ത്യാഗം. അത്തരമൊരു ന്യൂറോസിസ് ആധുനിക ഹിന്ദുവിനെ അതിരെതിരുകളില്ലാതെ ബാധിച്ചിട്ടില്ലേ?
ഇതാണ് ഞാൻ ഈ അന്വേഷണത്തിൽ തുടങ്ങുന്ന കാതൽ. മനസ്സിനെ പഠിക്കുമ്പോൾ മനസ്സ് ഏതിനെ സ്വീകരിച്ച് അതിൻ്റെ ആകാരം കൈക്കൊണ്ട് എങ്ങനെ അത് സാധിച്ചെടുക്കാം എന്ന് നോക്കുമ്പോൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആധുനിക മനസ്സിനെ ഇമാതിരി ഒരു ത്യാഗത്തിലേക്ക്, ഇത്തരമൊരു അപക്വ വിരക്തിയിലേക്ക് ഈ പഠനങ്ങൾ നയിച്ചതാണോ പ്രകൃഷ്ടകാരണം? ബോധതലങ്ങളിലേക്ക് ജാഗ്രത്തില് സന്ദേശങ്ങൾ കൊടുത്ത് നാഡി തലങ്ങളിൽ ആ അറിവ് സ്രോതസ്സുകൾ വഴി പ്രവഹിച്ച് കാലാന്തരത്തിൽ അബോധവും സ്വഭാവവുമായി തീർന്ന് യാദൃച്ഛികമായി തന്നെ അങ്ങനെയേ പെരുമാറാൻ പറ്റൂ എന്ന നിലയിൽ മസ്തുളങ്കത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും വിധം സമീപകാല പഠനങ്ങൾ വഴിയായിട്ടുണ്ടോ? ഇതിലല്പമെങ്കിലും പാശ്ചാത്യ ഭ്രമത്തിനോ പാശ്ചാത്യ പഠനങ്ങൾക്കോ പാശ്ചാത്യ രീതികൾക്കോ പങ്കുണ്ടോ? ഒപ്പം ആധ്യാത്മികതയുടെ അകപ്പൊരുളുകൾ തേടി അനുഷ്ഠാനങ്ങളുമായി നീങ്ങുന്നവരിലാണോ കൂടുതലായി ഈ അകാല വിരക്തിയും ബന്ധത്തകർച്ചയും ചേർക്കാനാവാത്ത വിധം അകലവും രൂപാന്തരപ്പെടുന്നത്? ആർക്കെങ്കിലും ഇത്തരം ബന്ധങ്ങൾ നിലനിൽക്കുകയും സൗമ്യമായി പോവുകയും സകലതിനെയും യോജിപ്പിക്കുകയും ചെയ്യുന്നവർ ഇത്തരം പഠനങ്ങളിലേക്ക് വരുന്നതോടുകൂടി വരുന്ന പെട്ടെന്നുള്ളൊരു വിരക്തിയും പെട്ടെന്നുള്ളൊരു ബന്ധത്തകർച്ചയും അതുവരെ യോജിച്ചു നിന്ന കുടുംബങ്ങളിൽ ഏറ്റുമുട്ടലുകളായി രൂപാന്തരപ്പെടുന്നു. ഞാൻ ആദ്യം എൻ്റെ അന്വേഷണത്തിന്റെ പന്ഥാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് ഞാനിത് മുഴുവൻ ഇങ്ങനെ വാരി കയറുന്നത്. എന്നിട്ട് കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാകാമെന്ന് വിചാരിക്കണം. അതിലെനിക്ക് വിഷമമുണ്ടാക്കുന്നത് നിങ്ങളുടെ കനത്ത നിശബ്ദതയാണ്. അവിടെ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, നിങ്ങൾ അംഗീകരിക്കുന്നതാണോ എതിർക്കുന്നതാണോ എന്ന് നിശ്ചയിക്കാൻ എനിക്കാവാതെ വരും. കാരണം നിശബ്ദതയ്ക്ക് ഈ രണ്ടർത്ഥവുമുണ്ട്. വിഷയം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓർഗനൈസേഷനുകൾ ശ്രമിച്ച് ആരെയും യോജിപ്പിക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധിവരെയും വ്യക്തികളെ യോജിപ്പിക്കുവാൻ, അല്പനേരത്തേക്ക് പേടിപ്പിച്ചു നിർത്താൻ എന്നതിൽ കവിഞ്ഞ് യോജിപ്പിക്കുവാൻ ഒരു സംഘടിത ശ്രമത്തിനും കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുത്തനെ പണം ഞാൻ കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരുത്തനോട് നിന്റെ ഭാര്യയുടെ കൂടെ നീ ജീവിച്ചാൽ മതി എന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ എൻ്റെ മുമ്പിൽ അവൻ നിൽക്കും എന്നല്ലാതെ ചിലപ്പോൾ തരം കിട്ടിയാൽ അവനാണ് തട്ടിക്കളഞ്ഞതെന്ന് അറിയാതെ തട്ടിക്കളഞ്ഞും ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ആരെയെങ്കിലും സംഘടന കൊണ്ട് ബന്ധിപ്പിച്ച് നിർത്താമെങ്കിൽ വളരെ സുസംഘടിതമായി വന്നിട്ടുള്ള ഇന്ത്യൻ കേഡർ പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത്തതായ കോൺഗ്രസും രണ്ടാമത്തതായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മൂന്നാമത്തതായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ള BJP ഇന്ന് പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളിലൂടെ എല്ലാ കണ്ണുരുട്ടലും മറന്ന്, എല്ലാ ഭീഷണിയും മറന്ന്, അതിൻ്റെ താഴത്തെ തട്ട് മുതൽ മേൽത്തട്ട് വരെ ബന്ധം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അത്രയുമൊന്നും സംഘടിതമല്ല ഇന്ത്യയിൽ മതങ്ങൾ. കാരണം മതത്തിന് ധനത്തിന്റെ മേലോ സ്ഥാനമാനങ്ങളുടെ മേലോ അധീശത്വം വകവെച്ചു കൊടുത്തിട്ടൊന്നുമില്ല ആരും. ഇതൊക്കെയുണ്ട്. Am I right? ചോദിച്ചത് നന്നായി. വിഷയം വിട്ടുപോകാതിരിക്കാൻ അതെനിക്ക് വളരെ പ്രയോജനമായി. കാരണം അങ്ങനെയുള്ള ധാരണകൾ കൊണ്ട് കാര്യവുമില്ല. ധനം ധാരാളമുള്ള ഉഗ്രശാസനനായ പിതാവിന്റെയും പിതാമഹന്റെയും ഒക്കെ ശാസനകളെയും യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും ഒക്കെ തകർത്തെറിഞ്ഞാണ് പലപ്പോഴും ഇന്ന് കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. Am I right? അവിടെ പേടിപ്പിച്ചൊന്നും നിർത്താൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു പദം കൃത്യമായി ഉപയോഗിച്ച് ന്യൂറോ ലിംഗ്വിസ്റ്റിക്. ഇതിന്റെ പേരിൽ പാശ്ചാത്യരും പൗരസ്ത്യരും ഇന്ന് സ്വാമിമാരുൾപ്പെടെ അനേകം ആശ്രമങ്ങളിൽ NLP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നൊരു കുറേ ആളുകൾ ഈ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകളും ബഹളങ്ങളും ഒക്കെ നടത്തുന്നവർ. അതിലൊക്കെ പങ്കെടുത്തവരുമാണ് നിങ്ങളിൽ പലരും. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെന്ന് ഇത്തരം ക്യാമ്പ് നടത്തുന്ന മാനേജ്മെന്റ് ഗുരുക്കന്മാർ വരെ ഇന്ന് വളരെ കൂടുതലാണ്. പക്ഷെ അതിനെയൊക്കെ വെച്ചുകൊണ്ടാണ് എന്റെ ചോദ്യം. ബോധതലങ്ങളിൽ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ വച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം ഭാഷയും വ്യാകരണവും ഉപയോഗിച്ച് ആ ദർശനങ്ങളുടെ ലിംഗങ്ങളെ നിങ്ങളിലേക്ക് കടത്തിവിട്ട് കഴിയുമ്പോൾ ക്രമാനുഗതമായി വളർന്നു വരേണ്ടുന്ന വിരക്തിയും ബന്ധമോചനവും എന്നതിനു പകരം അകാല അപക്വ വിരക്തി വന്ന് ബന്ധമുള്ളതിനോടെല്ലാം പക്വമാകാതെ എതിർക്കുകയും അതിനെ പറിച്ചു മാറ്റുവാൻ ത്വരയോടുകൂടി നീങ്ങുകയും എതിരാകുന്ന എല്ലാത്തിനെയും
യോജിപ്പിച്ചു നിർത്തി വിനാശം കൊയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ത്യാഗം, അത് ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറിയിട്ടുണ്ടോ? ഇതാണ് ഞാൻ ചോദിച്ചത്. അടുത്തിരിക്കുന്ന ആളിനെ അതിന് നോക്കണ്ട, അവനവനെ നോക്കി തീരുമാനിച്ചാൽ മതി. അവനവനെ നോക്കിയിട്ട് ഉത്തരം യെസ്. എന്ന് കിട്ടിയെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. ഭാര്യ അടുത്തിരിക്കുമ്പോൾ, ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ, മക്കൾ അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കുറവുകളും കുറ്റങ്ങളും മുഴുവൻ ഭാഷയായി പുറത്തേക്ക് വരികയും സഹപാഠി അടുത്തിരിക്കുമ്പോൾ, അനുചരൻ അടുത്തിരിക്കുമ്പോൾ, ഗുരുവിരിക്കുമ്പോൾ, ശിഷ്യനിരിക്കുമ്പോൾ, പരിചയക്കാരനിരിക്കുമ്പോൾ ഒക്കെ അവരുടെ ദോഷങ്ങളെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് വരികയും അപരിചിതനായ, പ്രയോജനം ഇല്ലാത്തവനായ ഒരുവന്റെ ദോഷങ്ങൾ മറക്കുകയും ഗുണങ്ങൾ പൊന്തി വരികയും ചെയ്യുന്ന ഒരുതരം ത്യാഗം നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്നാണ്. ചോദ്യം ശ്രദ്ധിക്കപ്പെടാമെന്ന് തോന്നുന്നു. ഔപചാരിക വിദ്യാഭ്യാസം ഈ ഓർഗനൈസ്ഡ് റിലീജിയൻസ് ഇടപെട്ട ശേഷം നൽകുകയും അതിനുശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം ചില വിഭാഗങ്ങൾക്ക് മാത്രം ഇത് പ്രചോദനങ്ങൾ കിട്ടുകയും അല്ലാത്തവർക്ക് അത് ലഭ്യമാവുകയും ചെയ്യുന്നില്ല. എന്തുകൊണ്ടൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് സുഹൃത്തവിടെ പറഞ്ഞത്. പ്രത്യേക സെമിറ്റിക് റിലീജിയൻസ് ആ വിദ്യാഭ്യാസം കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി അവർ ഉറപ്പുവരുത്തുന്നു. അതേസമയത്ത് മറ്റു മതവിഭാഗങ്ങൾ വിദ്യാഭ്യാസം നൽകിയതിനു ശേഷം ആ വ്യക്തികളുമായുള്ള ബന്ധം എന്തുകൊണ്ടോ അവരെ അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അവിടെ വെച്ച് തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. ആ വിദ്യാഭ്യാസം നമ്മുടെ വേണം നമുക്ക് മൈനോറിറ്റി റിലീജിയൻസ് ആയിട്ട് എടുക്കാം, ആൻഡ് നോൺ മൈനോറിറ്റി സെമിറ്റിക് റിലീജിയൻസ്. എന്തുകൊണ്ട് ആ വിദ്യാഭ്യാസം നൈരന്തര്യമായി അവിടെയും എനിക്ക് ശങ്ക വരുന്ന ഒരേ ഒരു കാര്യം, ഇതിലിരിക്കുന്നവരിൽ ഒരു 40 വയസ്സിനപ്പുറമുള്ളവർ മിക്കവാറും സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സെമിറ്റിക് മതങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമില്ല, ക്രിസ്ത്യൻ മതങ്ങളുടെ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചവർ കൂടുതൽ സ്വകാര്യ വിദ്യാഭ്യാസത്തിൽ പോയെങ്കിൽ. കാരണം സ്വകാര്യ വിദ്യാഭ്യാസ രംഗം ചരിത്രപരമായി നിയന്ത്രിച്ചിരുന്നത് കേരളത്തിൽ സമ്പന്നരായ ഹിന്ദുക്കളായിരുന്നു. ചരിത്രം മറന്നുപോകരുത്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യം തങ്ങളുടേതാണ് എന്നൊരു വികാരം കൊണ്ട് പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങളെ പൊതുസ്വത്തുക്കളായി കാണുന്നതിനുള്ളൊരു മനസ്സ് അന്നത്തെ ഈ നാടിന്റെ പ്രമാണിമാർക്കുണ്ടായി. അവരെയാണ് നിങ്ങൾ മുതലാളിത്തത്തിന്റെ പേരിൽ നിന്ന് നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് മുഴുവൻ. ഞാൻ നിങ്ങളുടെ ചരിത്ര പഠനങ്ങളിൽ നിന്ന് മാറി നിന്നാണ് പലപ്പോഴും ഇതിനെ കാണുന്നത്. എൻ്റെ അറിവിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഗവൺമെന്റിന് ദാനം ചെയ്തതാണ്. ഞാൻ അറിയുന്നിടത്തോളം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നിടം മുതൽ കാസർഗോഡ് വരെയുള്ള പൊതു സ്ഥാപനങ്ങളിരിക്കുന്ന ഹോസ്പിറ്റൽ, ജയിൽ, ഇങ്ങനെയുള്ളവയെല്ലാം ഉൾപ്പെടെ പൊതുവികാസത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളവയെല്ലാം അന്നത്തെ പ്രമാണിമാർ ദാനമായി കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അതിന്റെ ജന്മം കയ്യിലുണ്ടായിരുന്ന കുടുംബങ്ങൾ,
പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് അവസാനിക്കുന്നവരിരുന്ന് കേൾക്കാനുള്ള ഏകാഗ്രത കിട്ടുകയില്ല. കാരണം നിങ്ങളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് തലങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് അങ്ങേയറ്റം വിരുദ്ധമാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ എന്നെപ്പോലും വെറുതെ വിടാതെ എതിർക്കാൻ ഇടയുള്ള ഒന്നാണ് ഈ സത്യം. സത്യം അല്ല പലപ്പോഴും നമുക്ക് പ്രധാനമായി വരുന്നത് ലിംഗങ്ങളായി നമ്മുടെ തലച്ചോറിൽ കയറിക്കൂടിയവയാണ് പ്രധാനമായി വരുന്നത്. അതാണ് എൻ്റെ വിഷയവും. എൻ്റെ തലച്ചോറിൽ കിടക്കുന്ന ഒന്ന് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച് ജനിതകപരമായി പോലും ലിംഗങ്ങളായി തീർന്ന് എൻ്റെ മനസ്സ് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ഒന്ന് ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും അത്ര വേഗം മാറ്റാനും മനസ്സിനെ അവിടുന്ന് സ്വതന്ത്രമാക്കാനും ആവില്ല. അപൂർവം ഭാഗ്യവാന്മാർ അനുഗ്രഹീത നിമിഷങ്ങളിൽ മാത്രമാണ് മനസ്സിനെ സ്വതന്ത്രമാക്കി പുറത്തു കിടക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അറിവിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ സ്ഥാപനങ്ങളെല്ലാം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഉടമയിൽ അറിയപ്പെടുന്നതിന്റെ കാലം ജനാധിപത്യം 1947 ഇന്ത്യയിൽ ആവിർഭവിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളുടെ തറയുടെ പഴക്കം അന്നത്തതിൽ നിന്ന് ജനാധിപത്യം എത്രത്തോളം അതിനെ പുരോഗമിപ്പിച്ചു. വിദ്യാഭ്യാസം കൊണ്ട് ലാഭകരമായി അധ്യാപകർക്ക് എത്ര ശമ്പളം കൊടുക്കാൻ അതിൽ നിന്ന് കഴിഞ്ഞു. ശമ്പളം, പെൻഷൻ ഒക്കെ വാങ്ങിയ അധ്യാപകർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ നടത്തിയ പ്രവൃത്തി കൊണ്ട് എത്രത്തോളം അത് ലാഭകരമായി നടത്താൻ കഴിയും. അതിൽ നിന്ന് വിദ്യാഭ്യാസം നേടി പുറത്തു പോയ അധ്യാപകരായി പിന്നീട് തീർന്നിട്ടുള്ളവരും അവിടുന്ന് പുറത്തുപോയി വ്യവസായികളായി തീർന്നിട്ടുള്ളവരും അവിടെ നിന്ന് പുറത്തു കടന്ന് വെളിയിലൊക്കെ പോയി ജോലി ചെയ്തവരും മത നേതാക്കന്മാരായവരുമൊക്കെ സ്വതന്ത്രമായും അവക്രമായും പഠിച്ച ഈ സ്ഥാപനങ്ങൾ നന്നാകണമെന്നോർത്ത് പൊതു തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നന്നാകുന്നതിനെത്ര പണം ചെലവഴിച്ചിട്ടുണ്ട്. ആ സമ്പ്രദായത്തെ എതിർക്കുന്ന, പണം കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്ന, അതിൽ നിന്ന് വാങ്ങുന്ന ഫീസ് കൊണ്ട് തന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളെ ഉദ്ധരിക്കുന്നതിനും അവയ്ക്ക് കൂടുതൽ കെട്ടിടമുണ്ടാക്കുന്നതിനും അവയിൽ പഠിക്കാതെ പുറത്ത് കിടന്നിട്ട് പോലും അവയ്ക്കായി കൊടുത്ത് ദാനം ചെയ്തും മറ്റു തരത്തിലും കെട്ടിടം പണിതു കൊടുത്തും എത്രത്തോളം മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും സമറ്റിക് മതം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വന്ന വൈകല്യമല്ല. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഞാൻ വിഷയമാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ മതപരമായ സ്പർദ്ധയിലേക്ക് പോകാൻ മാത്രമായിരിക്കും വഴിയുണ്ടാവുക. അതിന് ധർമ്മമുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് എനിക്ക് സന്തോഷവുമാണ്. അധാർമികമായി ഞാൻ ഒന്നിനെ വീണ്ടും വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മസ്തുളങ്കങ്ങളിൽ തെറ്റായ സന്ദേശം തന്ന് തെറ്റായി കിടക്കുന്നതിൻ്റെ കൂടെ ഈ തെറ്റും കൂടി കടന്ന് തമ്മിലടിക്കാൻ ഒരു ഇടയുണ്ടാക്കിയിട്ട് പോയാൽ
അത് നീതി പുലർത്തുന്നതായിരിക്കില്ല. പിന്നെ പറഞ്ഞ വാദത്തിലൊന്ന്, സെമറ്റിക് മതങ്ങളുടെ തലങ്ങളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുമ്പോഴും മതം ആ ബന്ധം തീർക്കുന്നില്ല. എന്റെ അറിവിൽ സെമറ്റിക് മതങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ വളർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ലിസ്റ്റ് എടുത്താൽ അവർ സനാതനധർമ്മികളാണെന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വിവരാവകാശത്തിൽ നിന്ന് എടുക്കാം. അതിലും അവരെ കുറ്റം പറയാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നാണോ പറയും? രണ്ടാമത്തെ ബെഞ്ചിലെ ആദ്യത്തെയാണ്. ഞാൻ പറഞ്ഞത് ശരിയുണ്ടെന്നാണോ? കാര്യമുണ്ടെന്നാണോ? അത് നമുക്ക് അത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇത് മുഴുവൻ പഠിച്ചിട്ട് വേണം ചിന്തിക്കാൻ. മനസ്സിനെ പഠിച്ചിട്ട് വേണം ചിന്തിക്കാൻ. നമ്മളത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് അടുക്കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ സംശയത്തെയും ഞാൻ സ്വീകരിക്കുന്നത്. ഇനി പഠിത്തം കഴിഞ്ഞുള്ള ബന്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് പലപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് സനാതനധർമ്മത്തിന്റെ പേരിലുള്ള മിഷണറി സ്ഥാപനങ്ങളിലാണ്. അതിനാണ് ഇന്ന് പ്രശസ്തിയും കൂടുതൽ. അവിടെ പഠിച്ചിറങ്ങുമ്പോൾ ഇതര മതങ്ങളുടെ കുട്ടികൾ പോലും ബന്ധമില്ലാത്തവരായി കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മതത്തിന്റെ ഈടുവയ്പ്പുകളും മതത്തിന്റെ നിയമങ്ങളും ഇടവകകളും രൂപതകളും ഒക്കെ അത്ര നിയന്ത്രണമുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ അങ്ങനെ ആവുമ്പോൾ അവർ നിയന്ത്രിക്കാൻ നിൽക്കേണ്ടതാണ്, നിൽക്കുന്നില്ല. കാമ്യകർമ്മങ്ങളോട് വൈദികി എന്താണ് പറയുന്നതെന്ന് അറിയാതെ വിട പറയുകയും എല്ലാ കാമ്യകർമ്മങ്ങളിലും വിധിപൂർവകമല്ലാതെ മനസ്സിനെ നിർത്തുകയും നിഷ്കാമകർമ്മമാണ് ശ്രേഷ്ഠമെന്ന് സ്വീകരിക്കുകയും അകർമ്മണ്യതയാണ് ഏറ്റവും ഉത്തമം എന്ന് നിശ്ചയിക്കുകയും ചെയ്യും വിധം അടുക്കും മര്യാദയുമില്ലാതെ ഭാരതീയ ദർശനങ്ങളെ വാരി വിതറി അധികാരിഭേദമില്ലാതെ പഠിച്ചു എന്നതാണ് ഈ മാനസികാവസ്ഥയ്ക്ക് കാരണമെന്ന് തോന്നുന്നു.
സനാതനധർമ്മത്തിനുള്ളിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും വൈദികയെ പഠിക്കാതിരിക്കുകയും തമസ്കരിക്കുകയും വൈദിക വിരുദ്ധമായി ചിന്തിക്കുകയും അത് തനിക്ക് താൻ പോരിമയായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. അതിലാരെ വിളിച്ചു മാറ്റി സംസാരിച്ചാലും വാക്കിലൂടെ വരുന്നത് നിഷ്കാമകർമ്മമോ അകർമ്മമോ ആണ് ശ്രേഷ്ഠമെന്നാണ്. കർമ്മം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നൊരു സത്യം മറന്നുപോവുകയും കർമ്മം അരുത് എന്ന ഒരു നിയാമകത്വം പൊതുവെ ഉണ്ടാക്കുകയും കർമ്മം ചെയ്യുന്നവന്റെ ധനം കൊണ്ട് കർമ്മമില്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് എടുത്ത് പ്രയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സമറ്റിക്കുക? സനാതനധർമ്മത്തിന്റെ 3 ക്രമിക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കാമ്യകർമ്മം നിഷ്കാമകർമ്മമാക്കുന്നത്. ആർക്ക് പറഞ്ഞിരിക്കുന്നു, എങ്ങനെ പറഞ്ഞിരിക്കുന്നു, എപ്പോൾ പറഞ്ഞിരിക്കുന്നു, എവിടെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ അറിയേണ്ടതും അനിവാര്യമാണ്. കാമ്യകർമ്മങ്ങളെ വിധിയാം ചെയ്തു മാത്രമേ അതകലു മനസ്സ് ഉദ്ധരിക്കപ്പെടൂ. കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണെന്ന് വൈദികി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വൈദിക വിരുദ്ധമാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഇനി ചിലപ്പോഴെങ്ങാനും അറിയാമെങ്കിൽ തന്നെ ഞങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചിരിക്കുന്നു അവയെ എതിർക്കപ്പെടേണ്ടതാണ്. കാമ്യകർമ്മമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മനസ്സുകൾക്ക് ജാള്യത വരികയും അതുകൊണ്ടാണ് ഞാനിത് ന്യൂറോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാമ്യകർമ്മത്തെ തന്നെ കാമ്യമല്ലെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ബൗദ്ധിക ധ്രുവീകരണം ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, മത, കൗടുംബിക രംഗങ്ങളിലെല്ലാം അന്തസ്സില്ലാത്ത വിധം അസത്യമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഈ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് അല്പം കേട്ടിട്ട് പോയാൽ തന്നെ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുക, അവക്കിലൊന്നും പഥ്യമല്ല, അവളങ്ങ് കാമത്തിൽ പതിച്ചു കിടക്കുകയാണ്, ഞാൻ കാമമൊന്നും ഇല്ലാത്തവനാണ്, അതുകൊണ്ട് കേൾക്കാൻ വരുന്നു നമുക്കില്ല. ഭാര്യയാണെങ്കിൽ പറയാ, ഒന്നും പറഞ്ഞാൽ ആ കിഴങ്ങുണ്ണിക്ക് മനസ്സിലാവില്ല. എന്ത് പറയാനാ സ്വാമി, ഞാൻ പോരുന്ന ഒന്നും ഇഷ്ടമല്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ ഉന്തി തള്ളി കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇതൊന്ന് വിടണം എന്ന് ആഗ്രഹമുണ്ട്, ആശ്രമത്തിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെന്നാണ്. സ്വാമിക്കും സന്തോഷമായി.
വരുന്നവനെ വിറച്ചരിച്ച് കാമ്യകർമ്മങ്ങൾ വിധിയായി അനുഷ്ഠിക്കുമ്പോഴാണ് നീ കാമത്തിൽ നിന്ന് മുക്തയാകുന്നത് എന്ന് ഉപദേശിച്ച് ആ കാമ്യകർമ്മങ്ങൾ ഉജ്ജീവിച്ച് ജീവിച്ച് അത് വിധിയാം വണ്ണം ചെയ്യുമ്പോൾ നിഷ്കാമത്തിലേക്ക് വഴിമാറുന്നതും നിഷ്കാമ കർമ്മത്തിന്റെ ഔന്നത്യത്തിൽ വെച്ച് ഫലങ്ങൾ നിങ്ങളെ ജിജ്ഞാസുവാക്കുന്നതും അവിടെ ശ്രുതിയെ നിങ്ങൾ അവലംബിക്കേണ്ടി വരുന്നതും ശ്രുതിയിൽ പ്രമാണപൂർവകവും പ്രമേയപൂർവകവുമായ ശങ്കയുണ്ടാവുന്നതും തദ്വാര ആ ജിജ്ഞാസയിൽ നിന്ന് ആത്മാന്വേഷണത്തിന് ഉൾപ്രേരകമായത് അകത്തു നിന്നുണ്ടാകുന്നതും ആത്മാനന്ദത്തിലേക്ക് അചിരേണം നയിക്കുന്നതും ക്രമമാണ്. അവിടെ രോഗങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ആധിവ്യാധികളില്ലാതെ സ്വച്ഛന്തമായി പോകുന്നൊരു പന്ഥാവാണ് പൂർവാചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പൂർവികർ അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് സ്വച്ഛന്തമായി അവർക്ക് ദാനം ചെയ്യാൻ പോലും കഴിഞ്ഞത്. ക്ഷേത്രങ്ങൾ, ക്ഷേത്രത്തിനോടൊപ്പമുള്ള സ്ഥലങ്ങൾ, ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എണ്ണമറ്റ ആശ്രമങ്ങൾ, അതിലെ സ്വാമിമാരുടെ ഭക്ഷണം, അതിൽ പഠിക്കാൻ പോകുന്നവരുടെ പഠിത്തത്തിന് വേണ്ട ഉപകരണങ്ങൾ, ഇതൊക്കെ ഈ വഴിയിൽ വിധിയാം വണ്ണം കാമ്യകർമ്മം അനുഷ്ഠിച്ച് നിഷ്കാമ കർമ്മയോഗത്തിലേക്ക് മെല്ലെ മെല്ലെ വികസിച്ചു വന്ന ആളുകളിൽ നിന്ന് മാത്രമുണ്ടാകുമ്പോഴും ഈ പഠിച്ചവർ ലോകത്ത് അധർമ്മം കൊടികുത്തി വാഴുന്നുവെന്ന് അവനവന്റെ ജീവിത രീതിയെ വെച്ചുകൊണ്ട് പറയുന്നുവെന്നുള്ളതാണ് ഈ ലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനം. ഏത് രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചാൽ അവന്റെയും പിള്ളേരുടെയും അവന്റെ പരിചയക്കാരുടെയും ജീവിതവും കഴിഞ്ഞ് അനേകം ബിനാമി പരിപാടികൾ വരെ നടത്താനുള്ള പണം ഈ ജനങ്ങൾ കൊടുത്തതാണ്. ഇത് മുഴുവൻ ഉണ്ടും തിന്നും നടക്കുന്ന അവൻ കാട്ടിക്കൂട്ടുന്ന അധർമ്മം കൊണ്ടാണ് മൈക്ക് കിട്ടിയാൽ ലോകം അധർമ്മത്തിലാണെന്ന് അവൻ കണ്ടെത്തുന്നത്. സ്നേഹമാണ് ഈ ലോകമെന്ന് കണ്ടെത്താൻ അവനിട്ടിരിക്കുന്ന ഉടുപ്പ് മതിയാവും. ഞാനിട്ടിരിക്കുന്ന ഉടുപ്പും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന ആഹാരവും മതിയാവും എനിക്ക് ലോകം സ്നേഹമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ. കൂടുതലൊന്നും വേണ്ട. പക്ഷെ കേൾക്കാൻ സുഖം നിങ്ങൾക്കും പറയാൻ സുഖം എനിക്കും അതല്ല. ലോകം മോശമായിരിക്കും. മുഴുവൻ ധർമ്മമാണ്. പറയാനതൊരു വല്ലാത്ത സുഖമാണ്, കേൾക്കാൻ അതിനേക്കാൾ സുഖമാണ്. ഇങ്ങനെ നമ്മുടെ നേർവുകളിലേക്ക് വിപരീതാശയങ്ങൾ കടന്നു വന്ന് ആധിയും വ്യാധിയും കൊണ്ട് അവിടെ ഞാൻ എന്ത് പദമാണ് പറയേണ്ടത്? അനുഗ്രഹീതരായ എന്ന് പറയണമോ, വിഷമിക്കുന്ന എന്ന് പറയണമോ? അത് പറയാനൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ സ്ഥിരമായി സാമൂഹികമായി സ്വീകരിക്കുമ്പോൾ ഇതൊരു അനുഗ്രഹമായാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. റൈറ്റ്? അപ്പൊ ഞാൻ എന്താണ് അവിടെ പറയേണ്ടതെന്ന് എൻ്റെ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ വിഷമമുള്ളതാണ്. ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് പഠിക്കാൻ. അപ്പൊ കാരണങ്ങളിൽ പ്രകൃത കാരണം ഇതാണെന്നുള്ളൊരു ധാരണ. വ്യക്തി ഒരു മനസ്സുമായി വന്ന് ആ മനസ്സ് ചുറ്റുപാടുകളുമായി ചേർന്ന് വികസിപ്പിച്ച്
ആ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രശ്നങ്ങളിലേക്കും ആനന്ദത്തിലേക്കും കടന്നു പോകുന്ന ഒരു തലം. ഇത് മനസ്സിലാകുന്ന വേളയിൽ സന്ധികളയുകയും സ്രോതസ്സുകളും ധമനികളുമെല്ലാം പ്രയത്നമേതുമില്ലാതെ ശുദ്ധമാവുകയും സത്യവും ഹിതവും സ്വഭാവമായിത്തീരുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നുമില്ലാതെ ഒരുവന് അവന്റെ സമസൃഷ്ടങ്ങളോടും ജീവജാലങ്ങളോടും കുടുംബത്തോടും കൂട്ടായ്മയോടും രാഷ്ട്രത്തോടുമെല്ലാം ക്രമമായി പ്രേമം പുലർത്തി വിശാല വിശ്വത്തോടുവരെ പ്രേമമുള്ള മര്യാദാമസൃണമായി ജീവിക്കണമെന്ന് ഉള്ളിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായി മാറും. വ്യക്തി ജീവിതത്തെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് പരിണമിപ്പിക്കുന്ന ഈ മനസ്സെന്ന വിഭൂതിയെക്കുറിച്ച് ആമുഖം നീണ്ടുപോയി. ഞാൻ വളരെ കുറച്ചിലാദ്യം ഒന്ന് നിർത്തിയതാണ്. എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനും നിങ്ങളെ ഒന്ന് സജീവമാക്കാനുമാണ് ഞാൻ അത്രയും വലുതാക്കിയത്. ആവർത്തനം ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലേക്ക് പതുക്കെ കയറാം. മനസ്സിന് പൗരാണികർ പല വിൽപ്പത്തികളും നൽകി. നിരുക്തി എന്നാണ് അതിന് പറയുക. മന ജ്ഞാനി ബോധനി വാ. ഇങ്ങനെ അടിസ്ഥാനം പോലെ പോണോ? നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാകാവുന്നതും കൂടെ മനസ്സിലായി ഇല്ലാതാക്കി അടിസ്ഥാനം ഒന്നും പറഞ്ഞു തരാതെ എൻ്റെ പാണ്ഡിത്യത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഉപരിപ്ലവമായി മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കേമനായി ഞാൻ ഇറങ്ങിപ്പോണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറെയെങ്കിലും സ്വന്തമായി കയ്യിൽ വേണോ, അല്ല പ്രഭാഷണം ഗംഭീരമായെന്ന് പറയണോ? സ്വന്തമായി കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രം പഠിക്കാനാണ് ഇരിക്കുന്നത്, പ്രഭാഷണം കേൾക്കാനല്ല. അതുകൊണ്ട് പ്രഭാഷണം വേണോ, ശാസ്ത്രം വേണോ? ഇരിക്കുവോ അവസാനം വരെ? കാരണം നിങ്ങൾക്ക് കഥകളും ഉപകഥകളും ഒക്കെ ഇഷ്ടം. അതിന് ഞാൻ തന്നെ ഒരു കാര്യം പറയും, നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. അതെങ്ങനെയാ ഞാൻ അറിഞ്ഞ്? എനിക്കിത് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തവൻ മനസ്സിലാകാത്തവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ സംവദിക്കുന്നതാണ് ഇന്നത്തെ എല്ലാ സംവാദങ്ങളും. അതെല്ലാം മനസ്സിലാകലിനപ്പുറമാണ്. അതിലൂടെ തന്നെ പോണോ? ആണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ചരട് മുറിയരുത്. ഇടയ്ക്ക് വിട്ടുപോയാൽ, എന്നെ നിങ്ങൾ ഇതിലേ വലിച്ചുകൊണ്ടുപോയാൽ ഞാൻ പോരും. എതിരെയൊക്കെ ഞാൻ പോന്നാലും തിരിച്ച് ഞാൻ എൻ്റെ നിലപാട് തറയിലെത്തും. മനസ്സിലായില്ല? നിലപാട് തറ എന്നാണ് ഇതിന് പറയുക. കേട്ടിട്ടില്ല? എങ്ങനെയൊക്കെ ചാഞ്ചാടിയാലും സ്വന്തം നിലപാട് തറയിൽ നിന്ന്
അല്പം പോലും ഇളകാത്തവന് മാത്രമേ അറിവുണ്ടാവൂ. കാരണം അത് കൃത്യതയുള്ളതായി. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴൊക്കെ ആലോചിച്ചോണം, ഒരു വാക്കിൽ നിന്ന് എതിലെല്ലാം നിങ്ങൾ പോയാലും നിലപാട് തറയിൽ ഉണ്ടായിരിക്കണം. വിട്ടുപോയാൽ പോയി. പിന്നെ പതുക്കെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോയിട്ട് പിന്നെ ഏതെങ്കിലും വിഷയം വരുമ്പോൾ വന്നിരുന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഏകാഗ്രതയോടെ കേൾക്കണം. മന ജ്ഞാനേ ബോധനേ വാ. ഇതിൽ ദിവ ആത്മ സകർമ്മക അനിത് ധാതു കൊണ്ട് സർവധാതുഭ്യോ അസുൻ. പാണിനിയെ പറഞ്ഞാൽ ഉണാദി സൂത്രങ്ങളിൽ 488 തോന്നുന്നു വഴി അസുൻ പ്രത്യയം ചെയ്ത് മനസ്സ് അഥവാ മനഃശബ്ദം. അത് 488 എഴുതിയിട്ട് പാണിനി സൂത്രം നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം. നേരത്തെ അഷ്ടാധ്യായിയൊക്കെ ഒന്ന് പഠിച്ച് മനനം ചെയ്തിട്ടുണ്ടാവണം. അത്രയും മനസ്സിലായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്നറിയാനാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചില പഠനങ്ങളും ഇങ്ങനെയൊക്കെ ചില രീതികളും ഒക്കെ ഉണ്ട്. കൊള്ളാം, ഇത്രയും കാലത്ത് പഠിച്ചില്ല എന്നൊരു തോന്നൽ വന്നാൽ അത് നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഞാൻ കയറ്റി വെച്ചാൽ നിങ്ങൾ എന്നെങ്കിലും ഇത് പഠിക്കും. ഈ ജന്മത്തിലല്ലെങ്കിൽ വേറൊരു ജന്മത്തിൽ. നമ്പർ 188, 488 സൂത്രത്തിന്റെ നമ്പർ. അത് നോക്കിയാൽ മതി. മനഃശബ്ദം അവിടെ നിന്നാണ് ഉളവായിരിക്കുന്നത്. അഥവാ അതിനർത്ഥം ജ്ഞാനം അഥവാ ബോധനക്രിയയ്ക്ക് വേണ്ടി പ്രയുക്തമായ മനധാതു കൊണ്ട് മനസ്സ് അല്ലെങ്കിൽ മനഃശബ്ദം എന്ന് പറയാൻ ആഞ്ഞാൽ മനസ്സിന്റെ ധർമ്മം അറിയുക വേണ്ടിയാണ് മനഃശബ്ദം. ഇതിന്റെ അടിസ്ഥാനത്തില് ഇതിനൊരു നിരുക്തിയുണ്ട്. മന്യതേ ജ്ഞായതേ ബുദ്ധ്യതേ അനേന ഇതി മനഃ. മന്യതേ ജ്ഞായതേ ബുദ്ധ്യതേ അനേന ഇതി മനഃ. ഇവിടെ ഒരു പ്രക്രിയയുണ്ട്. ഏതുകൊണ്ട് ജ്ഞാനം പ്രാപ്തമാകുന്നു? മനസ്സിന്റെ ആദ്യ ധർമ്മം അറിവിനെ പ്രാപ്തമാക്കുക. അറിവെങ്ങനെയാണ് പ്രാപ്തമാകുന്നത്? ഇന്ദ്രിയങ്ങൾ കണ്ടതുകൊണ്ട് അറിവ് പ്രാപ്തമാവില്ല. കണ്ടത്, കേട്ടത്, തൊട്ടത് ഒക്കെ നടക്കുമ്പോൾ അകത്തൊരു പൂർവാനുഭവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ് അതിനെ അറിയുന്നത്. അതില് പുണ്യപാപങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വളരെയധികം പുണ്യം അച്ഛനമ്മമാർക്ക്, പൂർവികർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന്, കാണുന്ന ഒരു വസ്തുവിൽ നിന്ന്, കേൾക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് സ്നേഹോദാരമായ ഒരു വലിയ പ്രപഞ്ചം ഉണർന്നു വരും. ഇതാണ് അതിന്റെ പ്രത്യേകത.
ചെത്തിക്കൊണ്ടിരുന്ന ഒരു കള്ള് പുളിക്കരുത്, അതിനു മുമ്പ് അത് ഉപയോഗിച്ചിരിക്കണം എന്നൊരുവന് തോന്നുന്നുവെങ്കിൽ മറ്റൊരുവന് തോന്നുക അത് പുളിക്കണം, പുളിച്ചിട്ട് ഉപയോഗിക്കണം, എന്നിട്ട് ബോധം നശിപ്പിക്കണം. ഇത് രണ്ടും മനസ്സാണ്. ആദ്യത്തെ മനസ്സ് ആരുടെ നിയന്ത്രണത്തിലാണ്? രണ്ടാമത്തെ മനസ്സ് ആരുടെ നിയന്ത്രണത്തിലാണ്? ഒരു വസ്തു ഇരിക്കുന്നു, അത് കാണുന്നു, തൊഴിച്ചുടച്ചു കളയണം എന്നൊരു കുഞ്ഞിന് തോന്നുന്നു. ഉടഞ്ഞു കിടക്കുന്നതിനെ കൂട്ടിപ്പെറുക്കി ഒട്ടിച്ചെടുക്കണമെന്ന് മറ്റൊരു കുഞ്ഞിന് തോന്നുന്നു. ഇത് കേട്ടിട്ട് നിങ്ങളിൽ ഒരാൾക്ക് ഇങ്ങനെ മാറണം എന്ന് തോന്നുന്നു, പക്ഷേ സമയം വരുമ്പോൾ മാറാൻ പറ്റുന്നില്ല. ചിലരിതൊക്കെ പഠിക്കുമ്പോൾ മാറാൻ തനിക്ക് പറ്റിയില്ലെങ്കിലും ലോകമെല്ലാം ഒന്ന് മാറിക്കാണണമെന്നാഗ്രഹിക്കുന്നു. അവൻ മാറിയില്ല, അവള് മാറിയില്ല എന്ന പരാതിയുമായി മാറാത്തവനടയുന്നു. വിചിത്രമാണ് ഈ ജ്ഞാനത്തിന്റെ രംഗം. ന്യായത്തെ അറിയുക, അത് മുഴുവൻ ലോകത്ത് വളരെ അജ്ഞേയമായൊരു മനസ്സാണ് കളിക്കുന്നത്. വളരെ വളരെ ഇതാണ് അതിന്റെ പ്രത്യേകത. അവരുടെയൊക്കെ പുണ്യവും പാപവും ഇതിനകത്തുണ്ട്. നിങ്ങളുടെ പുണ്യവും പാപവും ഇതിനകത്തുണ്ട്. പൂർവ ജന്മാർജിതമായ നിങ്ങളുടെ പുണ്യവും പാപവും ഉണ്ട്. അത് കിട്ടിയപ്പോഴേ ന്യായത എന്ന ശബ്ദത്തിലുള്ള നിങ്ങളുടെ മനസ്സ്, ഞാനിതുവരെ മാറാത്തത്, ഞാൻ ഇതുവരെ എൻ്റെ ശത്രുവായി കരുതുന്ന, എനിക്ക് വേണ്ടത് തരാത്ത അച്ഛൻ്റെ അമ്മയുടെയും കുറ്റം തന്നെയാണ് എന്ന് ഉത്തരം കിട്ടി സമാധാനമാകേണ്ട നിങ്ങളുടെ പൂർവ്വജന്മവും. അല്ലെങ്കിൽ ഈ സാധനവും കൊണ്ട് എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വിഷമത്തിലാവും. എന്താ ചിരിക്കുന്നത്? ഞാനീ പറഞ്ഞ സിദ്ധാന്തം തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. മനസ്സിലായില്ല? ആ മനസ്സ് പെട്ടെന്ന് ഉണർന്നിട്ട് ഒന്ന് കാണുക. ജന്മജന്മാർജിതങ്ങളായ പുണ്യപാപങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ എല്ലാം നല്ല വഴിയിലൂടെ തെറ്റായ വഴിയിലൂടെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തെറ്റായി അറിയുന്നതും ശരിയായി അറിയുന്നതും അറിവ് തന്നെയാണ്. അന്നേരം രക്ഷപ്പെടാം, സംശയമൊന്നും വേണ്ട. അവിടെ പുണ്യഭാവമൊന്നും ബാധിക്കില്ല, പൂർണ്ണമായി രക്ഷപ്പെടാം. പക്ഷേ ഒരു ഭയം, ഇതുവരെയുള്ള പുണ്യപാപങ്ങളിൽ രമിച്ച് ജീവിച്ചതുകൊണ്ട് എല്ലാം ഇല്ലാതാവുമോ, എൻ്റെ ആസൂത്രണം കൊണ്ടല്ലേ ഞാനിതൊക്കെ നിലനിർത്തി പോന്നത് എന്ന ഭയം കടന്നു വന്നാൽ ഉയരില്ല. ഇല്ലെങ്കിൽ ജന്മജന്മാന്തരമായി സമ്പാദിച്ച ഭയം ഒളിഞ്ഞിരിപ്പില്ലെങ്കിൽ
കേൾവിയിൽ രക്ഷമുള്ളൂ. കുറച്ചൊക്കെ ഭയം പലതരത്തിലുണ്ട്. ഭയം കാരണമുള്ളതുണ്ട്, അകാരണമായതുണ്ട്. അങ്ങനെ ഭയത്തിന്റെ ലോകത്തേക്ക് പോയാൽ വളരെ വിചിത്രവും വിപുലവുമാണ്. ഇത് നമുക്ക് അടുക്കൂടെ തീർത്തിട്ടറിയാമോ നേരം ഉണ്ടായി. ഏതൊന്നാണോ നിങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ മനസ്സ്. ന്യായതേ അനേന ഇതി മനഃ, ബുദ്ധ്യതേ അനേന ഇതി മനഃ. അതിൻ്റെ വേറൊരു ഫാക്കൽറ്റിയാണ്, അത് തന്നെയാണ് ബോധമുളവാകുന്നത്. അറിഞ്ഞതുകൊണ്ട് ബോധമുണ്ടാവില്ല. അനേക കാര്യങ്ങൾ മനസ്സിന്റെ തലത്തിൽ എനിക്കറിയാം, ബുദ്ധിയുടെ തലത്തിൽ അവ എൻ്റെ മനസ്സ് സ്വീകരിച്ചിട്ടില്ല. അനേക കാര്യങ്ങൾ എനിക്കറിയാവുന്നവ അന്യർക്ക് സമർത്ഥമായി പറഞ്ഞു കൊടുക്കാനും എനിക്കറിയാം. പക്ഷെ അതുപോലെ സ്വഭാവേന എനിക്ക് ജീവിക്കാനാവില്ല. മനസ്സിലായില്ല? ഞാൻ എൻ്റെ മകനോട്, എൻ്റെ മകളോട് ഒക്കെ പറയുന്ന സത്യം, അഹിംസ, അസ്ഥേയമൊക്കെ കേട്ടുകഴിഞ്ഞാൽ മരങ്ങൾ പോലും മോക്ഷം നേടും. എനിക്ക് ജീവിക്കാനാവില്ല. അവിടെ മനസ്സിന്റെ ബുദ്ധ്യത എന്ന് പറയുന്നത് കൈവിട്ടില്ല. അറിഞ്ഞാൽ മാത്രം പോരാ, അറിവിന് രണ്ട് തലമുണ്ട്. അതിലൊന്നാമത്തെ തലം ന്യായത, പ്യുവർ. ബുദ്ധ്യത അപ്ലൈഡ്. ഒന്ന് സിദ്ധാന്തമാണ്, ഒന്ന് പ്രയോഗമാണ്. ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലായി. പക്ഷെ പ്രയോഗം വരുമ്പോൾ തകർച്ചയാണ്. അപ്പോഴൊക്കെ അത് കഴിയുമ്പോൾ അറിയാമായിരുന്നു, അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, ചെയ്യരുതെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഇൻഫർമേഷനും അതിൽപ്പെടും. ഇൻഫർമേഷൻ മാത്രമല്ല, ഇൻഫർമേഷനും അതിലെ ഒരു ഭാഗമാണ്. എന്തെല്ലാം വിവരങ്ങൾ നമുക്കറിയാം അതെല്ലാം ന്യായത എന്നതിൽ വരും. അത് മനസ്സിന്റെ മാത്രം കളിയാണ്. മനധാതുവിന് അറിയുക എന്തെല്ലാം, ഒട്ടും വളരെ അറിയാം. മനസ്സിന്റെ കളി കൊണ്ട് ഏത് അറിയണമെന്ന് അന്വേഷിച്ചു പോയോ അതറിയാതെ അന്വേഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുത്തവരുടെ അഡ്രസ് അറിയാം, അവരുടെ വീട്ടിലെ വിവരങ്ങൾ അറിയാം, അവരുടെ പിള്ളേരുടെ എണ്ണം അറിയാം, അവരെന്തെല്ലാം തൊഴിൽ ചെയ്തിട്ടുണ്ടെന്നറിയാം, എതിലേക്ക് പോയെന്നറിയാം, എല്ലാം അറിയാം. ക്ലാസ്സിൽ നിന്ന് കേട്ടതൊന്നും അറിയില്ല. അങ്ങനെ വരാം. 3 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോൾ എന്തെല്ലാം അറിവുണ്ടാവുന്നത്. അത്യാവശ്യം ഒന്ന് കൊടക്കാടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വിളിക്കാൻ പോരെ, വിളിക്കാൻ കഴിയും, എല്ലാവരും അറിയാൻ വയ്യാത്ത ഒറ്റ കാര്യം ഉണ്ടാവും, ക്ലാസ്. മനസ്സെന്ന് പറയുന്ന സാധനം കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്നിടത്തൊന്നുമല്ല. ഇവനെ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പരിപാടിയാണ്. ഇവനെ പിന്തുടരുകയും സകല ജോലിയും ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ രസമുള്ളൊരു പണിയാണ്. മനസ്സിലായില്ല? ഇവനെ പിന്തുടരാതെ ഒരു പണിയും ചെയ്യാതിരുന്നിട്ടും ഇവനെ പിന്തുടരാതെ
എല്ലാ പണിയും ചെയ്തിട്ടും സംതൃപ്തി ഉണ്ടാവില്ല. കയ്യിലുള്ള ഒരു പണിയും വിടരുത്. അതൊക്കെ സ്വയമേവ ചെയ്യണം. അത് വിട്ടുപോകുമ്പോൾ പൊക്കോട്ടെ. ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞാൽ അതും ചെയ്യണം. മനസ്സിലായില്ല? മനസ്സെന്ന് പറയുന്നത് വളരെ വലിയ വിഭൂതിയുള്ളതാണ്. അതിന് ഇത്രയേ ചെയ്യാവുന്നൊന്നുമില്ല. മനസ്സിന്റെ ഏറ്റവും വലിയ വിഭൂതി ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം വിപുലമായ ലോകത്തേക്ക് വലിച്ചു എറിഞ്ഞു കഴിയുമ്പോൾ വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിന്റെ ഏറ്റവും വലിയ ദുർഗ്രഹത ഇന്ദ്രിയങ്ങളെയെല്ലാം നിശ്ചലമാക്കി കഴിയുമ്പോൾ പണിയെടുത്ത് ക്ഷീണിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ചെറുപ്പത്തിൽ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങളുടെ സർവേന്ദ്രിയങ്ങളെയും സർവകോശങ്ങളെയും അനുസ്യൂതമായി കർമ്മരംഗത്തേക്ക് വലിച്ചെറിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്നത്. എപ്പോൾ നിങ്ങൾ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും ശരീരത്തെയും എല്ലാം വലിച്ച് വിശ്രമിക്കുന്നു എന്ന തട്ടിപ്പ് കാണിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് പണിയെടുത്ത് ക്ഷീണിക്കുന്നു. ഇതാണ് രഹസ്യത്തിൽ രഹസ്യം. അവിടെയാണ് ഈ മനസ്സ് കുണ്ടാമാണ്ടി ഉണ്ടാക്കാനായിട്ട് നടക്കുന്നത്. സാങ്കല്പികമായി വസ്തുതാപരമായ ജാഗ്രതയിൽ നിങ്ങൾ നിരന്തരമായ കർമ്മകലാപങ്ങളിലേക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നല്ലതെന്നോ ചീത്തയെന്നോ വലുതെന്നോ ചെറുതെന്നോ ഉത്തമമെന്നോ അധമമെന്നോ ഒന്നും സങ്കല്പിക്കാതെ യാദൃച്ഛികമായി വരുന്ന സമസ്ത കർമ്മങ്ങളിലേക്കും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അവയ്ക്കാവശ്യമായ ആഹാരമെന്നറിഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ശുദ്ധവും മുക്തവുമായി നിങ്ങളുടെ മനസ്സിനെ നിർത്താറാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുമ്പോൾ മാത്രമേ സംശയങ്ങളകന്ന് നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കൂ. അപ്പോഴാണ് മനസ്സില്ലാതാകുന്നത്. വിശ്രമം പോലുമല്ല. ഒരു സംഘർഷവും അന്നേരം ഉണ്ടാവില്ല. ഇത് ഇന്ദ്രിയങ്ങൾ പോകുന്ന പുറകെ എല്ലാം മനസ്സ് പോകും. മനസ്സിലായില്ല? നേരത്തെ ഉണ്ടായ വേഗം സ്വീകരിച്ച് ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടുകയും ഇനി മനസ്സ് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ വിശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷീണിതനല്ലാതെ കാണുന്നത്. പക്ഷെ പ്രകൃതിക്കൊരു വല്ലാത്ത കളി സമൂഹ മനസ്സിനുണ്ട്. ഒരുവൻ ഒരു കൊല്ലം അത്യധ്വാനം ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ മനസ്സ് ആവാഹിച്ചു കൊണ്ടിരുന്ന 100 പേർ ശമ്പളം കൊടുത്തോ കൊടുക്കാതെയോ സഹായികളായോ വന്നു ചേരുമെന്നുള്ളതാണ്. പോവുകയില്ല. നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. നല്ല ഏത് വ്യവസായിയെ എടുത്താലും ഏത് സന്യാസിയെ എടുത്താലും ഏത് ഗൃഹസ്ഥനെ എടുത്താലും ഏത് അച്ഛനെ എടുത്താലും ഏത് അമ്മയെ എടുത്താലും സിൻസിയറായി ഒരു കൊല്ലം പണിയെടുക്കുന്നുവെങ്കിൽ 100 പേർ അവന്റെ കൂടെ എത്തും. കുറച്ചു പേർ ഒന്നും തരണ്ട, കൂടെ നിന്ന് കൊണ്ടുപോകണം. മനസ്സിലായില്ല? കുറച്ചു പേർക്ക് ഇച്ചിരി പൈസ കിട്ടിയാൽ നല്ലതാണ്. കുറച്ചു പേർക്ക് കിട്ടിയാൽ പോരാ. ആ കിട്ടിയ പോരാന്ന് വരുന്നവനെ നോക്കിയാൽ അറിയാം അവൻ ഇന്ദ്രിയങ്ങളെ പണിയെടുപ്പിക്കാത്തവനും മനസ്സുകൊണ്ട് പണിയെടുക്കുന്നവനുമാണ്. അവനാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങളുടെ സ്ഥാപനങ്ങളെ തകർക്കുന്നത്. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീടിനെ തകർക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
അനുഭവത്തിൽ ഇത് സത്യമാണോ? ഈ ലോകം ഓടുന്നതൊന്നും ശമ്പളം കൊണ്ടും കിമ്പളം കൊണ്ടും ഒന്നുമല്ല. ഇത് ഓടുന്നത് മനസ്സിന്റെ നേതുരദീർഘങ്ങളായ ഇത്തരം രംഗങ്ങളെ അറിഞ്ഞിട്ടുള്ള അസ്മാദൃശ്യരായ ചില ആളുകളെ കൊണ്ടാണ്. ഞാനൊരു വലിയ ഓഫീസറാണ്. എൻ്റെ അടുക്കൽ ഒരുത്തൻ അവൻ്റെ കാല് പൊട്ടിയിട്ട് വ്രണത്തിന് 2000 രൂപയ്ക്ക് വന്നിരുന്നു. നിയമപരമായി എടുത്തു കൊടുക്കാം. ഒരു കള്ളക്കണക്ക് വേണ്ട, ഒരു തട്ടിപ്പും വേണ്ട, ഒന്നും വേണ്ട. 2000 രൂപയുള്ളൂ. 5000 രൂപ താഴെ കൊടുക്കാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഏതൊരു പഞ്ചായത്ത് എടുത്താലും ഏതൊരു വില്ലേജ് എടുത്താലും 1000 പേര് ഇത് കിട്ടാൻ വേണ്ടി ഇതിനേക്കാൾ പൈസയും മുടക്കി നടക്കേണ്ട ഗതികളുണ്ട് നമ്മുടെ നാട്ടിൽ. മിടുക്കന്മാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ഇത് കൊടുക്കാൻ 100 പോലീസുകാർ. മനസ്സിലായില്ല? ഇതൊരിക്കലും അഴിമതി ഉണ്ടാവില്ല. കാരണം ഇവന് കിട്ടേണ്ട ഈ 5000 കിട്ടാത്തതിന് മോളിന് ചക്രവർത്തി ഇങ്ങ് വന്ന് ഇവിടെ എഴുന്നള്ളി ഇരുന്ന് പരിവാരങ്ങളോടുകൂടി ഇത് ഒപ്പിട്ട് കൊടുക്കുക. ഇറ്റ്സ് ടു സിമ്പിൾ. ഇതിന് ചിലപ്പം മോളിൽ നിന്ന് നിർദ്ദേശിക്കും, അവനുള്ളതൊന്ന് തടഞ്ഞു വെച്ചാൽ ഞാൻ കൊടുത്തോളാം എന്നും കൂടി. ഇതാ മനസ്സിന്റെ കളി. മനസ്സിൽ കളി നടത്താതിരിക്കണമെങ്കിൽ കർമ്മം ശരിക്ക് നടത്തുന്നവനെ നിയമിക്കണം. നിയമമൊക്കെ അവൻ പുറകെയാകും വരുന്നത്. വലിയൊരു വ്യവസായ സ്ഥാപനം, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നവരത്ന കമ്പനി ആ കാലഘട്ടത്തിലെ, അതിന്റെ മേലാളൻ, എൻ്റെ CMD, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തെ കണ്ടൊരു 50 രൂപ സംഭാവന മേടിക്കണം വിചാരിച്ച് ഒരു സ്കൂള് നടത്തുന്നവരവിടെ ചെല്ലുകയാണ്. എല്ലാവരോടും തിരിച്ചിട്ട് വേണം ഒരു വണ്ടി വാങ്ങിക്കാനോ മറ്റോ. 50 രൂപ സംഭാവന വേണം, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹം ബഹുമാന പുരസ്സരം അവരെ ഇരുത്തിയിട്ട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ സ്കൂൾ? നിങ്ങളുടെ സ്ഥാപനത്തിന്റെ തൊട്ടവിടെയാണ്. അദ്ദേഹം ഉടനെ തന്നെ തന്റെ PA വിളിച്ചു, ഇവിടെ ഓടാമോ? PO, നമ്മുടെ സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ സ്ഥാപനത്തിലെ എത്ര വിദ്യാർത്ഥികൾ, നമ്മുടെ തൊഴിലാളികളുടെ എത്ര വിദ്യാർത്ഥികളുണ്ട്. കണക്ക് വേഗം എടുക്കാൻ പറഞ്ഞു. കണക്കവിടെ ഉണ്ട്. ഒന്നാമനെ നോക്കി കണക്കെടുത്തു. ഇത്ര പേരുണ്ട്. എത്ര പേരെ പഠിപ്പിക്കാൻ നമ്മളുടെ സ്കൂളിൽ പറ്റുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ 2000 വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 2000 പേർക്ക് ശരാശരി ഒരാൾക്ക് എത്ര രൂപ വെച്ച് നമ്മൾ ചെലവാകുന്നുണ്ടെന്ന് നോക്കാം. മനസ്സിലായില്ല കണക്ക്? അത് ഇത്ര രൂപ വെച്ചാൽ ഒരു മാസം 8000 രൂപയിൽ മുകളിൽ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട് പല കാര്യത്തിൽ. ശരി, നമ്മുടെ കുട്ടികൾ എത്ര എണ്ണം ഇവരുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് കണക്കെടുക്കാൻ പറയും. മനസ്സിലായില്ല? അതിത്ര പേര് അവിടെ പഠിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ റെക്കോർഡ്. അവരുടെയും റെക്കോർഡ് അതാണ്. ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ 4/1 ഇവിടുന്ന് കണക്കനുസരിച്ച് എഴുതി നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കമ്പനിയുടെ ലാഭകരമായ പരിപാടിക്ക് ഒരു എഗ്രിമെന്റ് എന്ന നിലയിൽ എഴുതി ഒരു എഗ്രിമെന്റും ഉണ്ടാക്കി പൈസയും കൊടുത്തുകൂടെ. അവർ വേറെ ഒന്നും ഇനി പോയി കണ്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ന് വന്ന് കണ്ടാൽ മതി. ഇത് IAS-കാരനാണ്. ഇയാളാണ് ആരോടും പരിഭവമില്ലാതെ എന്ന പുസ്തകം എഴുതിയ മനുഷ്യൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് ഇങ്ങനെയും കഴിയും. ഏത് നിയമം ആരെ എവിടെ എങ്ങനെ ഉണ്ടാക്കിയാലും മനസ്സുള്ള ഒരുത്തൻ ഇറങ്ങുമ്പോൾ
അതിലെ ധർമാധർമ്മങ്ങൾ ഉണ്ടാകുന്നത് ആ മനസ്സ് രൂപപ്പെടുത്തിയെടുത്ത വെളിച്ചത്തിലാണ്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നത്? നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മോക്ഷം. ഒരു ദേഷ്യം വരുന്നില്ലേ? സ്വാമി ഇത്രയും ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഇത് പോരായിരുന്നു, ആദ്യത്തെ ക്ലാസ് എന്നൊരു തോന്നലുണ്ടാകുന്ന ഒരു ദേഷ്യം ഇല്ല? അതുകൊണ്ട് പറ്റിയതല്ല, വിഷയം ഇപ്പോഴാണ് ശരിയായത് എന്നുള്ളത് കൊണ്ട് പറ്റിയതാ. ഉണ്ടായാൽ മനസ്സ് വിശ്രമിക്കില്ല. കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ഇടപെടുന്നുണ്ടെങ്കിൽ കർമ്മം എന്ന ഭൂതകാലാനുസാരിയായ ബോധം ഭാവി കാലാനുസാരിയായ വേറൊരു കർമ്മത്തെ കലർത്തുന്നു. അത് കർമ്മത്തിന്റെ പരാജയമാണ്. മനസ്സ് ഭൂതവും വർത്തമാനവും ഭാവിയുമുള്ളതാണ്. കർമ്മം ഭൂതകാലാനുസാരിയായി മാത്രം ഉണ്ടാകുന്നതാണ്. ഭൂതകാലാനുസാരിയായുണ്ടായ ഒരു കർമ്മം ചെയ്യുവാൻ പോകുന്ന വേളയിൽ മനസ്സ് ആ കർമ്മത്തെ വിട്ട് ഭാവിയിലേക്കുള്ള കർമ്മങ്ങളെ സഞ്ചയിക്കുകയോ ഇതിൻ്റെ കൂടെ കലർത്തുകയോ ചെയ്യുമ്പോൾ ഏകാഗ്രത നഷ്ടമാവുകയും സംഘർഷമുണ്ടാവുകയും അതിൽ രമിക്കുകയും മനസ്സ് ചെയ്ത് കർമ്മത്തെ കുളവാക്കണം. അത് മാറുന്നതിനാദ്യം കർമ്മം ആവിർഭവിക്കുമ്പോൾ അപ്പോഴുള്ള മനസ്സിനെ ഉപയോഗിച്ച് എഴുതി വെച്ച് കർമ്മം ചെയ്തു പോകണം. എന്നിട്ട് ശീലമാക്കിയെടുക്കണം. ഭാവി എന്നുള്ളത് അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്പോഴേ നിശ്ചയമുള്ളതല്ല. ഭാവിയുടെ കാര്യത്തിൽ കാമ്യകർമ്മങ്ങളിൽ പോലും ഭാവിയല്ല വരുന്നത്. കാമ്യകർമ്മങ്ങളിൽ നിങ്ങളിൽ കാമമായി ഉണർന്നതാണ് കർമ്മം. ജായാമേ സ്യാത്, എനിക്ക് ഭാര്യയെ വേണം, അത് കാമ്യമാണ്. കാമ്യമായി ഈ കർമ്മം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പതനം സുനിശ്ചിതമാണ്. അതുകൊണ്ട് വൈദികി ഉറപ്പിച്ചു പറയും, ഗൃഹസ്ഥൻ പൂർണ്ണനാണ്. നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ പകുതി മനുഷ്യനെ ആകുന്നുള്ളൂ. പകുതി സ്ത്രീയും പകുതി പുരുഷനുമാണ്. ഇതെനിക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം എൻ്റെ നേരെ സ്ഥിരമായി കൊടുക്കാനിരിപ്പുണ്ട് എന്നറിയുമ്പോൾ ഞാനിത് പറഞ്ഞു തരില്ല. മനസ്സിലായില്ല? പക്ഷെ എന്നോട് നിങ്ങൾ ചോദിക്കില്ല. കാരണം നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഈ അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്നതുമാണ്. അമൈറായി അതുകൊണ്ടുള്ള തൻ്റെ ഇടം കൊണ്ടാണ് ഈ സത്യം അങ്ങ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്തമായി കടന്നു പോകണം. അന്നേരം ഫലം ഇച്ഛിക്കണം. ഭാവിയിലിരിക്കുന്ന ഫലം ഇച്ഛിച്ച് തന്നെയാണ്. എന്താണ് ഫലം? എന്തിനാണ് കാമ്യകർമ്മം? ജായാമേ സ്യാദഥ പ്രജാം പ്രജായേയ, എനിക്ക് പുത്രൻ വേണം, അതിനാണ് വിവാഹം കഴിക്കുന്നത്. പുത്രനാ അതിൻ്റെ ഫലം. സ്ഥൂലമായ സൂക്ഷ്മമായ ആധ്യാത്മികമായ ഭൗതികമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഫലം പുത്രൻ അല്ലെങ്കിൽ പുത്രി മാത്രമാണ്. പക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരസ്യങ്ങൾ നൽകി ഉപകരണങ്ങളും വിറ്റ് ഏതാണ്ട് സുഖമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഉത്കണ്ഠയും സംഘർഷവും മാത്രമാണത്.
സുരതാനന്ദത്തിന്റെ മൗലികങ്ങളായ ആനന്ദം അനുഭവിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മാത്രമേ കിട്ടൂ. ഉപകരണ ബന്ധങ്ങളിലൂടെ കിട്ടില്ല. അതിൽ ഫലവുമില്ല. കുറെ പേർക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് ലാറ്റക്സ് കമ്പനി എന്നല്ലാതെ ഒരു ചുക്കുമില്ല. ഇത് കണ്ടുപിടിക്കാൻ പോലും നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നിട്ട് പറ്റിയിട്ടില്ല. അതിന് വെളിയിൽ നിന്ന് ഞാനിത് കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോഴെങ്കിലും നാണം തോന്നേണ്ടതാണ്. ഇതാണ് മനസ്സ്. മനസ്സിനെ കരതലാമലകം പോലെ അറിയണം. അവിടെയാണ് കാമ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനവും പ്രസിദ്ധവുമായ ജായാമേ സ്യാദഥ പ്രജാം പ്രജായേയ. മറ്റൊരു കാമ്യകർമ്മമാണ് വിത്തം മേ സ്യാദഥ. എനിക്ക് ധനം വേണം. പഴയ ആളുകളെ നോക്ക്, എന്തിനാ ധനം? വിത്തം മേ സ്യാദഥ കർമ്മ കുർവീയ. നീ കർമ്മം ചെയ്യാനാ പണം വേണ്ടത്. ഇന്ന് പണം സമ്പാദിച്ചു വെച്ചിട്ട് കർമ്മമില്ലാതായിട്ട് ഭീകരപ്രവർത്തനത്തിന് കൊടുക്കുക. ശരിയല്ല. പണം സമ്പാദിച്ചവന് ഭീകരപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അവനിത് ചെലവാക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അവനിത് ഭീകരപ്രവർത്തനത്തിന് കൊടുക്കുകയാണ്. അധ്വാനിക്കാതെ സമ്പാദിച്ചവന് ഭീകരപ്രവർത്തനത്തിന് പണം ചെലവാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിയല്ല. എവിടേക്കാ പോയതെന്ന് ആലോചിക്കുക. വൈദികി കാമ്യകർമ്മം പറഞ്ഞിരിക്കുന്നതെല്ലാം അതിന്റെ ഭൂതകാലാനുസാരിയായി ഉണ്ടായ, അതല്ലേ ചോദ്യം? ഭൂതകാലാനുസാരിയായുണ്ടായ ഉൽപ്പന്നമായ കർമ്മത്തിൽ മനസ്സ് വെക്കുമ്പോൾ അതിലെ ഫലേച്ഛ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന അത് ഭാവി കാലത്തിലാണ്. ശാരീരിക ബന്ധം പുലർത്തിയ ഉടനെ കൂട്ടിയാവില്ല. അതിന്റെ കാലം കൃത്യമായിരിക്കണം, ഋതുകാലം കൃത്യമായിരിക്കണം. അതിനുള്ള ശേഷി സമ്പാദിച്ചിട്ടായിരിക്കണം. ബാലയോടോ വൃദ്ധയോടോ ആയിക്കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ടാ പഴയ കാലത്ത് പീഡനമില്ലാതിരുന്നത്. ഇത് സകല സീരിയലിലും സിനിമയിലും ഇതാണ് ആകെ സുഖമെന്ന് പഠിപ്പിച്ചേച്ച് ബാലയെന്നോ വൃദ്ധയെന്നോ യാതൊരു ഭേദവുമില്ലാതെ മനുഷ്യനെ അഴിഞ്ഞാടിക്കഴിഞ്ഞ് അതിനെയെല്ലാം നിയന്ത്രിക്കണം സ്വമനസാലെ എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ കൂടിയിരുന്ന് ആലോചിച്ചാൽ ഈ മനസ്സൊന്നും സമ്മതിക്കൂല. പറഞ്ഞാൽ മനസ്സിലായില്ല. മനസ്സിന്റെ ശാസ്ത്രീയ പഠനം തന്നെ ഒരു വ്യായാമമായി വരുന്നില്ലേ? മനസ്സെന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. ചെറിയൊരു ഭാഗത്തെ അല്ല, ആ ചെറിയ ഭാഗം കൊണ്ടാണ് അൺകോൺഷ്യസിനെ വരെ നിയന്ത്രിക്കാൻ കഴിയുക. അങ്ങനെ നിയന്ത്രിക്കാം. ആ തരത്തിൽ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ ഈ പഠനം പോകുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പഠനത്തെക്കാൾ കൂടുതൽ പ്രായോഗികമായ വ്യക്തി മനസ്സും സമൂഹ മനസ്സും ആ രീതിയിൽ കൂടി പോകാൻ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിന്റെ സംഘാടകർ ഈ വിഷയത്തിൽ അതായത് കൂടുതൽ പ്രയോജനം നൽകാൻ തോന്നുന്നു. ഇപ്പൊ ശാസ്ത്രീയ പഠനത്തിന് ഒരു മായയ്ക്ക് കിട്ടുന്ന ശാസ്ത്രീയ പഠനം പോലെയായിരിക്കും. മൈൻഡ് തന്നെ മായയാണെന്നും ഇൻഡ്യൂഷൻ ആണെന്നും അവസാനം ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു മൈൻഡ് എന്നുള്ള നമ്മുടെ ഞാനങ്ങനെ കാലഘട്ടത്തിന്റെ ആഗ്രഹം. അതെ, നമ്മൾ അത് ഇപ്പോൾ നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുവേണ്ടിയാണ് ആ വഴിയില്ല. ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ. അപ്പൊ ഇൻഡ്യൂഷനെ കുറിച്ച് ശാസ്ത്രീയമായി ഇങ്ങനെയാണ് മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉത്സാഹമാണ്. മനസ്സ് പ്രേരിക്കുകയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അതെ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് കാമ്യകർമ്മം വേണ്ടതാണ്, നിഷ്കാമകർമ്മവും വേണ്ടതാണ്,
അകർമ്മവും വേണ്ടതാണ്. പക്ഷെ അതിൻ്റെ തലങ്ങൾ മനസ്സിൻ്റെയാണ്. മനസ്സ് കാമ്യമായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിനെ അകർമ്മമായോ നിഷ്കാമമായോ കാണരുത്. അതിൽ തന്നെ ഞാൻ ഇല്യൂഷൻ എന്ന പദം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. അതിൽ തന്നെ ഇല്യൂഷൻ തിയറി എന്ന് പറയുന്നത് അനുഭവമാകേണ്ട ദർശന സവിശേഷതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലാതെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് തലങ്ങളിൽ തെറ്റായി രേഖപ്പെടുത്തും. ഫലം വളരെ അപകടമായിരിക്കും. അതുതന്നെയാണ് ഇന്നുള്ള പ്രശ്നങ്ങളുടെ കാരണം. അതിപ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങയ്ക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് സംശയം ചോദിച്ചെങ്കിലും ആ ചോദിച്ചുകൊണ്ടാകാം അങ്ങയുടെ മനസ്സ് അന്നേരം ഒക്കെ ഇരുന്ന് ചിന്തിക്കുക കൂടെ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയുന്നതിനോടൊപ്പം. അതുകൊണ്ടൊരു വെളിച്ചം പോലെ അങ്ങക്ക് കിട്ടിയ അഭിപ്രായത്തോട് ഒരു എതിർപ്പും എനിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ജ്ഞായതേ ബുദ്ധ്യതേ അനേന. അതിലാ ജ്ഞായത അവിടെ പിടിച്ചിട്ടാണ് മാസ്റ്ററുടെ സംശയം. അറിയുന്നത് ഇൻഫർമേഷൻ മാത്രമാണോ? അല്ല. ജ്ഞാനം ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന വിധത്തിലും ഉള്ളിൽ ഉണരുന്ന വിധത്തിലും അറിഞ്ഞു കഴിഞ്ഞ് അനുഭവ പ്രമാണമാകാതെ നിൽക്കുന്ന ഒരവസ്ഥ. അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ പണിയൊന്നും വേണ്ട. അയാളുടെ എല്ലാ തലത്തിലുമുള്ള ഭാവഹാവാദികളിൽ ഈ അറിവ് നിൽക്കും. അങ്ങനെ വരുന്ന ബുദ്ധിയത്. അപ്പൊ ജ്ഞാനം പ്രാപ്തമാകുന്നു, ബോധമുളവാകുന്നു. അതിനെ മനസ്സ് എന്ന് പറയും. ഇത് ഏറ്റവും പ്രാചീനമായ മനസ്സിന്റെ നിർവചനമാണ്, ആധുനികമല്ല. അതുകൊണ്ട് മനസ്സിന്റെ നേരിട്ടുള്ള ശാബ്ദികാർത്ഥം ജ്ഞാനസാധനം എന്നാണ്. ഋണാത്മകമോ ധനാത്മകമോ ആയ തലത്തിൽ ജ്ഞാനസാധനമാണ് മനസ്സ്. ഇത് ചരകം വിമാനസ്ഥാനം ഭംഗിയായി പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ രസകരവുമാണ്. സത്വമുച്യതേ മനഃ. സത് ആയ സാധനം എന്ന് പറഞ്ഞാൽ തെറ്റായ ഒന്നിൽ മനസ്സ് കൊണ്ടുപോവാം, അത് ഋണാത്മകം. ശരിയായ ഒന്നിലേക്ക് മനസ്സ്, അത് ധനാത്മകം. ജ്ഞാനസാധനം, ആ ജ്ഞാനം ഋണാത്മക ജ്ഞാനമാകാം, ധനാത്മക ജ്ഞാനമാകാം. അല്പം രാവിലത്തെ ആഹാരം കഴിഞ്ഞാകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താം, കഴിഞ്ഞു വന്നിട്ട് മതി. വിഷയം ഒരുമാതിരി രസകരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും